ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഏറ്റവും ഒടുവിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് തന്ത്രി കണ്ഠരര് രാജീവരായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും ഇഡിയുടെ സമൻസ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല വാസുവിനും ഇഡി സമൻസ് അയച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആദ്യം അതെ, ഇഡി സമൻസ്. പക്ഷേ ആദ്യം ഈ പറയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇഡിയുടെ സമൻസ് എന്ന് പറഞ്ഞ വലിയ രീതിയിൽ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. തന്ത്രിയെ വെറുതെ വിടില്ല, അല്ലെങ്കിൽ തന്ത്രി ഇനിയും കൊടുക്കും, തന്ത്രി പുറത്തിറങ്ങിയാലും ജാമ്യം റദ്ദാക്കാനുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെയുണ്ട്. പക്ഷേ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തന്ത്രിക്കെതിരെ ഒരു ചെറിയ തെളിവ് പോലും, അല്ലെങ്കിൽ തെളിവിന്റെ ചെറിയ കണിക പോലും ഹാജരാക്കാൻ സാധിക്കാത്തിടത്ത് എങ്ങനെയാണ് ഇനി ജാമ്യം റദ്ദാക്കാൻ SIT പോകുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേട്ടൻ പറഞ്ഞിരുന്നു, കുറ്റപത്രം പുറത്തു വരുമ്പോൾ തീർച്ചയായും തന്ത്രി കൊടുങ്ങും എന്നുള്ളത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, തന്ത്രിയോടുള്ള കൃത്യമായ രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിലൂടെ CPM-ന് ഉണ്ടായിരുന്നത്. CPM അത് കൃത്യമായി നടത്തിയിട്ടുമുണ്ട്. ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്ന CPM-ന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് തന്ത്രിക്ക് കിട്ടിയ ഈ ഒരു ജാമ്യം എന്ന് പറയുന്നത്. അപ്പോഴും ചിന്തിക്കണം, CPM-ന് ഏറ്റവും അടുത്ത ആളായിരുന്നു പത്മകുമാറിന് ജാമ്യം ലഭിച്ചത് തന്ത്രിക്ക് ശേഷമാണ്. അതെ, അദ്ദേഹം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തന്ത്രിക്കെതിരെയുള്ള രാഷ്ട്രീയ വൈരാഗ്യം ചീറ്റിപ്പോയി, അല്ലെങ്കിൽ പാളിപ്പോയി എന്ന് വേണം CPM നമുക്ക് പറയാനായിട്ട്. ഇനിയിപ്പോൾ ഇഡിയുടെ ഈ ഒരു സമൻസ് ഒക്കെ വെറും പ്രഹസനം മാത്രമല്ലേ? പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതിൽ വെറുതെ ഞാൻ പറഞ്ഞതല്ല. ഈ മേഖലയുമായി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട സീനിയർ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. കാര്യം കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് പൂർണ്ണമായി ഇവർ പറഞ്ഞിരിക്കുന്നത്. കാര്യം SIT അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണ സംഘമാണ്. ഈ പറയുന്ന രീതിയിൽ തന്ത്രിയെ ഇപ്പോൾ വിജിലൻസ് കോടതിയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. വിജിലൻസ് കോടതിയിൽ SIT അന്വേഷണ സംഘം അവർക്ക് സമർപ്പിക്കേണ്ട ചില രേഖകളുണ്ട്. എല്ലാം അങ്ങ് സമർപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന സ്വാഭാവിക ജാമ്യമോ അല്ലെങ്കിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ഒരു ജാമ്യം മാത്രമാണ് കിട്ടിയെന്നാണ് എന്നോട് സംസാരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞത്. അവരിപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ജാമ്യം കിട്ടുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലിച്ച് പറയുന്നു എന്ന് വെച്ചാൽ, സർക്കാരിനെതിരെ വീണ് കിട്ടിയ ഒരു ആയുധം. ഞാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ, ഈ പോറ്റിയെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹവുമായി, അയ്യപ്പൻ എന്ന് പറയുന്നത് ശൈശവാവസ്ഥയിൽ ഉള്ള ഒരു ദൈവ സങ്കല്പമാണ്. അപ്പോൾ അദ്ദേഹം അനുജ്ഞ കൊടുത്താലേ, ഭഗവാനോട് അനുജ്ഞ വാങ്ങിച്ച് കൊടുത്താലേ ഈ കാണുന്ന അയ്യപ്പന്റെ മുതൽ ഈ പറയുന്ന 18-ാം പടിക്ക് താഴെ കൊണ്ടുപോകാവൂ, അവിടെ വെച്ച് ഇത് ചെയ്യാവൂ എന്ന് ദേവസ്വം ബോർഡിന്റെ ഇതിൽ രേഖകളിലുണ്ട്. അല്ല, അങ്ങനെ ചെയ്യാം, കൊണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതിനകത്ത് എത്ര അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള തന്ത്രി അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെയാണ് മുട്ടാപ്പോക്കെന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തന്നെ, തന്ത്രിയെ അറസ്റ്റ് ചെയ്യില്ല എന്നും, തന്ത്രി താന്ത്രിക വിദ്യ പോലും നേരെ അറിയാത്തൊരു കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ രാജീവൻ എന്ന് പറയുന്ന തന്ത്രി വന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് അവരവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളതും കൊണ്ടുപോകുന്നതും അവർക്ക് കിട്ടുന്ന ദക്ഷിണയാണെന്നും ഒക്കെ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അതൊന്നും കുറ്റമായിരിക്കില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ളൊരു നിയമവ്യവസ്ഥയാണ്. ഈ ശബരിമല ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടിരുന്നു, ഓരോ കേസിലും 90 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ആകെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് മാത്രമാണ് 90 ദിവസം തികയുന്നതിന് മുൻപ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും തന്ത്രി കുടുങ്ങും, അല്ലെങ്കിൽ വീണ്ടും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം വീണ്ടും ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ആയിരുന്നു. എന്തുകൊണ്ട് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല? തന്ത്രിയിൽ തന്നെ ഈ വാർത്ത ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ അത് രാഷ്ട്രീയ ലക്ഷ്യം, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും ഒക്കെ കൊടുക്കണം. നമ്മൾ കണ്ടിരുന്നു, അടൂർ പ്രകാശിനെ ഈ ഒരു കേസിൽ കുരുക്കി കെട്ടാൻ CPM വലിയ രീതിയിൽ തത്രപ്പാട് നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനുവേണ്ടി SIT ആണെങ്കിൽ പോലും അങ്ങേയറ്റം പരിശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം മരണപ്പെട്ടുപോയ പ്രയാർ ഗോപാലകൃഷ്ണനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ അതോടൊപ്പം തന്നെയായിരുന്നു തന്ത്രിയുടെ പേരുകളും ഉയർന്നു കേട്ടത്. തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു, 1-2 തവണ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റിലാക്കുന്നു. പക്ഷെ 41 ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നു. ഇനിയിപ്പോൾ വീണ്ടും കുടുങ്ങുന്നു, അല്ലെങ്കിൽ വീണ്ടും കുടുങ്ങുമോ? ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്, വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്, തന്ത്രിയെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പോകേണ്ടിയിരുന്നത് ഇഡി വീണ്ടും ചോദ്യം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? ഇപ്പോഴും അദ്ദേഹം സുഖമായി പുറത്തു നടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ പ്രമാദമായ ഒരു പ്രതി എന്ന നിലയിൽ പത്മകുമാറാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. അദ്ദേഹവും 90 ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായി പുറത്തു വരികയും ഈ കേസ് എവിടെയും എത്താതെ പോവുകയും ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലേ? ഹർഷ, ഇതിനകത്ത് ഈ പറയുന്ന പോറ്റി തന്ത്രിയെ സംബന്ധിച്ച്, തന്ത്രി ഈ കൊണ്ടുവരുന്ന ആൾ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുതെ ഒന്നുമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇഡി ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇഡി കൃത്യമായിട്ട് അദ്ദേഹത്തിന് അനധികൃത സ്വത്ത് സമ്പാദ്യം എല്ലാം തന്നെ
പൊളിച്ചടുക്കി കൈ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വിരാജിക്കുന്നൊന്നുമില്ല, സൂക്ഷ്മ നിരീക്ഷണത്തിൽ തന്നെയാണ്. ED ആണ് ഇടപെട്ടിരിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നത് BJP ആണ്. ഇപ്പൊ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കണ്ട രീതിയിലുള്ള കൂറെല്ലാം തന്ത്രിയോട് കാണിക്കുന്നത്. ഒന്ന് വേണമെങ്കിൽ പറയാതെ പറഞ്ഞു വെക്കാം, തന്ത്രി ഈ നടയടച്ച് ഞാൻ നിങ്ങളെ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM കാട്ടിയ നവോത്ഥാനത്തിനെ എതിർത്ത ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ ഈ പറയുന്ന രീതിയിൽ ട്രാപ്പ് ചെയ്തെന്നല്ലേ പറയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറയാം, അത് വേണം. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രതികാര ബുദ്ധിയുണ്ട്. അങ്ങനെ പ്രതികാര ബുദ്ധി ഉണ്ടെങ്കിൽ പത്മകുമാറിന്റെ പ്രതികാര ബുദ്ധിയോടെയാണോ ഇവർ അറസ്റ്റ് ഇവരിപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഒരു വശത്തുകൂടെ അവർ പ്രതികാര ബുദ്ധി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും മറുവശത്തൂടെ സംഭവിക്കുക തന്നെയാണല്ലോ അല്ലെ? അതിൽ നമുക്ക് പറഞ്ഞുകൂടെ സംഭവിക്കാനുള്ളത് വഴിയെ സംഭവിക്കുന്നുണ്ട്. എൻ വാസു എന്നൊക്കെ പറഞ്ഞ ആരെന്നാ വിചാരിക്കുന്നത്? അവരുടെ ഏറ്റവും അടുത്ത ആളാണ്. എൻ വാസു നിസ്സാരക്കാരനല്ല. ഈ യുവതി പ്രവേശന നവോത്ഥാനം നടത്താൻ എന്ത് കോളിലൊക്കെ ഉണ്ടാക്കിയവരെന്നറിയോ? അതിന് കൂട്ടുനിന്ന ആളാണ് ഈ എൻ വാസു. അതിന് കൂട്ടുനിന്ന നിയമവ്യവസ്ഥയിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെ സഹായിച്ച ആളാണ്. അപ്പൊ ശബരിമലയിൽ ആ ഇരിക്കുന്ന വിഗ്രഹത്തിന് അല്ലെങ്കിൽ അയ്യപ്പന് ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കണ്ട ക്രിയകളൊക്കെ നടന്നത്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണം എന്ന് പറയുന്നത് അത് കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നില്ല. അതൊക്കെ കണ്ടെത്തുന്ന കാര്യത്തിലേക്ക് അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ നമ്മൾ അന്തം വിട്ടു ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചോ എന്നുള്ളത്. കാര്യം ഇതൊരു ഒരു വലിയ മലയുടെ നമ്മൾ പറയുമല്ലോ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആ ഇരിക്കുന്ന സങ്കല്പം കാണക്കത്തക്ക രീതിയിൽ എന്തെല്ലാം കളവുകൾ അവിടെ നടന്നിട്ടുണ്ട്, അതിൽ കുറച്ച് മാത്രമാണ്. വെറും ഒരു തുള്ളി മൺതരിയാണ് ഈ ജനം അറിഞ്ഞിരിക്കുന്നത്. അറിയാത്തത് പലതും ഇനി ബാക്കിയുണ്ട്. അത് കേട്ടാൽ ഈ ലോകം, ഇവിടുത്തെ ഈ സമസ്ത ജനങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. അത്ര കളവാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ തന്ത്രി എന്നൊക്കെ പറഞ്ഞ അത്ര പരിശുദ്ധനൊന്നുമല്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ലോക ഫ്രോഡിനെ അവിടെ കൊണ്ട് കയറ്റിയതാരാദ്യം? പക്ഷേ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച അടൂർ പ്രകാശ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് അടൂർ പ്രകാശ് ആണല്ലോ, അപ്പോൾ അടൂർ പ്രകാശും സോണിയും വലിയ ബന്ധത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതെല്ലാം രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഒരു സ്ഥാനത്തേക്ക് പോറ്റിയായി വരുമ്പോൾ അല്ലെങ്കിൽ സ്പോൺസറായി വരുമ്പോൾ ഇത്രയും വലിയൊരു കൊള്ള നടത്താൻ വേണ്ടിയാണ് എന്നുള്ളത് ആരും അറിയുന്നില്ല. ആദ്യം ഒരു കീഴ്ശാന്തി, പിന്നീട് ഈ സ്പോൺസർ വരെ എത്താനായി അദ്ദേഹത്തിനെ വളർത്തിവിട്ടത് ആര്? ഈ തന്ത്രി കുടുംബം തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഫ്രോഡിനെ വളർത്തിവിട്ടത്. ഈ ഫ്രോഡിനെ വളർത്തിയത് ഈ തന്ത്രി കുടുംബം തന്നെയാണ്. ഗണപതി പൂജയുടെ താന്ത്രിക ആ ശ്ലോകം അറിയാത്ത തന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക? ഞാനിപ്പോൾ ആരുടെ ഭാഗവും പറയുന്നൊന്നുമില്ല. ഞാനൊരു സാധാരണ ഭക്തൻ മാത്രമാണ്. ഭക്തജനങ്ങളിൽ നിഷ്പക്ഷമായി 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 70 പേര് ഈ തന്ത്രിക്കൊക്കെ എതിരായിരിക്കും. കാര്യം അവിടെ നടക്കുന്ന അത്ര ശുദ്ധ പോക്കൃത്തരമാണ്. അതൊന്നും പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. അത് ഈ പറയുന്ന പോലെ ആ സമൂഹത്തിന് അത് അറിയാൻ കൃത്യമായിട്ട്. ഇതെന്തെങ്കിലും ഇല്ലാതെ ഒന്നും അറസ്റ്റ് ചെയ്യില്ല. ED ഇപ്പോഴും നോക്കുമെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അവരുടെ BJP എന്ന് പറയുന്ന പാർട്ടി, RSS എന്ന് പറയുന്ന പാർട്ടി, ഹിന്ദു ഐക്യവേദി ഒക്കെ ഈ തന്ത്രിക്കെതിരാണ്. ഇന്നലെ അവർ പറഞ്ഞു തന്ത്രി ഇതുവരെ കാട്ടിക്കൂട്ടിയ ചെയ്ത്തുകൾക്ക് അയ്യപ്പൻ കൊടുത്ത ശിക്ഷയാണ് ഈ പറയുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തത്. അത് ഒരു വശം. മറുവശം ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു ജയിക്കാമായിരിക്കാം. കാര്യം ഇവർ കാണിച്ച നവോത്ഥാന പ്രക്രിയ, യുവതി, അതൊക്കെ പരമചെറ്റത്തരമാണ് ഇവർ കാണിച്ചത്. അതിനൊന്നും നമ്മളൊന്നും അനുകൂലമൊന്നുമല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് CPM എന്താ കാണിച്ചതെന്ന്, ഈ പാർട്ടി എന്താ കാണിച്ചത്, അതിന്റെ ആഫ്റ്റർ എഫക്ട് കിട്ടിയിരിക്കും ഹർഷ. ഇത് ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അതിനൊക്കെ പടിപടിയായി കിട്ടിയിരിക്കും. പിന്നെ ഇതിന്റെ തൊണ്ടി മുതൽ കിട്ടിയോ, SIT അന്വേഷണം കൃത്യമായി നടന്നോ, അല്ലെങ്കിൽ SIT റിപ്പോർട്ട്, ഇപ്പോൾ അവസാനം അറിയുന്നത് കുറ്റപത്രം നൽകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകും, വീണ്ടും പോറ്റിയെ കിട്ടണമെന്നും പറഞ്ഞ് ഒരു സമൻസ് കൊടുക്കാൻ പോകുന്ന പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് SIT അന്വേഷണ സംഘത്തിന്റെ മേൽ ഈ സമൂഹം മൊത്തത്തിൽ പഴിയാറുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടാതെ അവർക്ക് ചെയ്യുമോ? അവരിത് അറസ്റ്റ് ചെയ്യുമോ? അവർ ചുമ്മാ ഇന്നും ഒരാൾ അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കോടതിയല്ലേ, ഇന്ത്യൻ നിയമവ്യവസ്ഥയല്ലേ, കിട്ടും. ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, കിട്ടിക്കാണും. അത് പറഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ഇപ്പം ജയിച്ചു എന്നൊന്നും കരുതണ്ട. പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പൊ ബഹുമാനപ്പെട്ട VD സതീശൻ പറയുന്നത് അദ്ദേഹം ഒരു വശം കണ്ടുകൊണ്ട് പറയുന്നതാണ്. അതിന്റെ മറുവശം പറയുമ്പോൾ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുമെന്ന് നമുക്ക് കരുതാം. നമുക്ക് കാത്തിരിക്കാം.